ഇന്ന് രാവിലെ ഇതാ ഒന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ. അച്ഛൻ വരുന്നുണ്ട്. അപ്പോൾ അച്ഛനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് സമയം കൊണ്ട് നടക്കാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വന്ന് കൂട്ടാന്ന്. അപ്പോൾ ദാ നിധി ഇതാ ഇവിടുന്ന് കളിക്കുകയാണ്. അപ്പോൾ ശ്രീക്കുട്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ ശ്രീക്കുട്ടീൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. പിന്നെ നമ്മളെ ചെടികളൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. നല്ല ഉഷാറായിട്ട് തന്നെ വളർന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ അവിടെ ഞാൻ വരുമ്പം കാത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ അച്ഛനെ അത് അവിടുന്ന് കൂട്ടി. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു ചായയൊക്കെ കുടിക്കാൻ. അങ്ങനെ ചായ വാങ്ങി തന്ന്. പിന്നെ അതാ വരുന്ന വഴിക്ക് ഇത് മഴ പെയ്ത്. അപ്പോൾ അച്ഛൻ മഴ കൊള്ളൂല എന്ന് പറഞ്ഞപ്പോൾ സൈഡിൽ കയറി നിന്നാണ് കേട്ടോ. പിന്നെ വന്നതിന് ശേഷം ഞാൻ വേഗം തന്നെ നിധിമോളെ ഒന്ന് കുളിപ്പിച്ച് പിന്നെ ഇന്ന് സിറ്റ് ഔട്ടിനാണ് കേട്ടോ ഞാൻ കുളിപ്പിച്ചത്. അങ്ങനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് ഒന്ന് അവിടെ തുടയ്ക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അതാ നിധീനെ ഉറക്കി. അപ്പോഴേക്കും അച്ഛൻ മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും മഴ പെയ്തേരെ പിന്നെ അച്ഛൻ സൈഡിൽ കയറി നിന്നിട്ടോ. പിന്നെ അതാ നിധീനെ ഉറക്കി. അപ്പോൾ ആൾ പിന്നെ എഴുന്നേറ്റ് പിന്നെ ഉറക്കി കൊടുത്താണ്. അങ്ങനെ മിണ്ടാണ്ട് തലേണയൊക്കെ അവിടെ എടുത്ത് വെച്ച് പോകുന്നു. പിന്നെ നമ്മൾ ഓളിലുള്ള തലേണയും കാര്യങ്ങളൊക്കെ എടുത്ത് അകത്തേക്ക് കൊണ്ടുവച്ച് പിന്നെ നമ്മൾ ഓൺലൈനിൽ നിന്ന് കുറച്ച് നൂലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ നീഡിലും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വൻപയർ ഇതാ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഉപ്പേരി ഉണ്ടാക്കിയത്. വെളിച്ചെണ്ണയിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം അതിലേക്ക് വൻപയർ വേവിച്ചതും പിന്നെ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഒന്ന് കുറച്ച് മാന്തണ്ട് പിന്നെ ആഗോലിൻ്റെ കറിയാണ് കേട്ടോ ഉണ്ടാക്കി. അപ്പോൾ കറി ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എല്ലാ പാത്രങ്ങളും ഇതുപോലെ ഒഴിച്ചിട്ട് ആ പാത്രങ്ങളൊക്കെ അവിടെ കഴുകി വെക്കും. അപ്പോൾ ഇനിയിപ്പോൾ അവിടെയും കൂടെ തുടച്ചിടണം കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ. അപ്പോൾ അതും കൂടി ഒന്ന് തുടച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നൂലിതാ ഇത്രയും ആണ് കേട്ടോ യാൺസ് ഉള്ളത്. അപ്പോൾ ഇത്രയും യാണാണ് വാങ്ങിയത്. ഞാൻ മീഷോന്നാണ് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ നീഡിലുണ്ട്. ഇനിയിപ്പോൾ ഇത് തുന്നിയൊക്കെ നോക്കണം കേട്ടോ.